ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ട്യൂട്ടോറിയൽ സിംഫണിയാണ്. PHPയിലെ പഴക്കം ചെന്ന ഒരു MVC ഫ്രെയിംവർക്കാണ് സിംഫണി. സിംഫണി ഫ്രെയിംവർക്ക് അധികം കമ്പനികൾ യൂസ് ചെയ്യുന്നില്ല എങ്കിലും പഴയ കാലത്ത് ഒരുപാട് കമ്പനികൾ ഇപ്പോഴും സിംഫണി യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം സിംഫണി യൂസ് ചെയ്യുന്നതെല്ലാം നല്ല നല്ല വലിയ കമ്പനികളാണ്. അതുപോലെ സിംഫണിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സിംഫണിയുടെ ട്യൂട്ടോറിയൽ എല്ലാം കണ്ടാൽ നമുക്ക് തോന്നും ഇത് പഠിച്ചെടുക്കാനെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്, നല്ല റിസ്ക് ആണ് എന്നുള്ള. പക്ഷെ സിംഫണിയിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തു പോകാൻ പറ്റിയൊരു ഫ്രെയിംവർക്കാണ് സിംഫണി. അപ്പോൾ സിംഫണി നമ്മുടെ കമ്പ്യൂട്ടറിൽ എണ്ണിയണമെങ്കിൽ നമുക്ക് PHP വേണം, കമ്പോസർ വേണം, പിന്നെ സിംഫണി ക്ലീ ഉണ്ട്. അതുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ചിലപ്പോൾ സിംഫണീൻ്റെ ആവശ്യം വരും. സിംഫണി ക്ലീ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സിംഫണി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ സിംഫണി ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് നമ്മളെ കമ്പ്യൂട്ടറിൽ സിംഫണി പ്രൊജക്റ്റ് വർക്ക് ചെയ്യുമെന്നെല്ലാം ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയൊന്ന് ചെക്ക് ചെയ്യാൻ കാണിച്ചു തരാം. നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക, അതിലേക്ക് ഈ കോഡ് കൊടുത്താൽ മതി. സിംഫണി ചെക്ക് റിക്വയർമെന്റ്സ്. ഓക്കെ യുവർ സിസ്റ്റം ഈസ് റെഡി ടു റൺ സിംഫണി പ്രൊജക്ട്. ഇങ്ങനെ വരും. ഇതില്ലെങ്കിൽ അതിന്റെ എറേഴ്സ് നമ്മൾ കാണിക്കും. അതുപോലെ തന്നെ സിംഫണി പ്രൊജക്റ്റ് നമുക്ക് രണ്ട് രീതിയിൽ ഡൗൺലോഡ് ചെയ്യാം. ഒന്ന് സിംഫണി കമാൻഡ് വെച്ച് ചെയ്യാം, രണ്ടാമത്തത് കമ്പോസർ വെച്ച് ചെയ്യാം. രണ്ട് ചെയ്താലും ഒരുപോലെയാണ്. നിങ്ങൾ സിസ്റ്റത്തിൽ സിംഫണി ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പോസർ വെച്ച് ചെയ്യാം. എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ സിംഫണി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് സിംഫണി വെച്ചാണ് ചെയ്യുന്നത്. അത് നമുക്ക് ലൊക്കേഷൻ സെലക്ട് ചെയ്യണം. ആദ്യം നമ്മളെ വാമ്പിൽ www ഫോൾഡറിലാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം കമാൻഡ് പ്രോംപ്റ്റിൽ നാവിഗേറ്റ് ചെയ്യുക, അങ്ങോട്ട് നാവിഗേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ തന്നെ സിംഫണി ഇൻസ്റ്റാളേഷൻ രണ്ട് ടൈപ്പ് ഫയൽ കിട്ടുന്നുണ്ട്. ഒന്ന് ട്രഡീഷണൽ വെബ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്, രണ്ടാമത്തത് മൈക്രോ സർവീസ്. അതായത് ട്രഡീഷണൽ വെബ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവും ഏറ്റവും നല്ലത്. മറ്റേ മൈക്രോസോഫ്റ്റ് സർവീസ് ആകുമ്പോൾ ജസ്റ്റ് സിംഫണീൻ്റെ സെറ്റപ്പ് ഫയൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി നമ്മളുള്ള എല്ലാ പാക്കേജും നമ്മൾ ഓരോന്ന് ചെയ്തു വരുമ്പോൾ അതിനനുസരിച്ച് 1 by 1 ഇൻസ്റ്റാൾ ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് സാധാരണ വെബ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ട്രഡീഷണൽ വെബ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇതാണ് അതിനുള്ള കമാൻഡ്. അപ്പോൾ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ ചെയ്യാതെ സിംഫണി ന്യൂ പ്രൊജക്ട് നെയിം ഫുൾ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ പ്രൊജക്ട് നെയിം ഞാൻ മാറ്റി കൊടുക്കുകയാണ്, സിംഫണി എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് എൻ്റർ കൊടുക്കുകയാണ്. സിംഫണി ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ആവാൻ ഏകദേശം ഒരു 5 minutes എടുക്കും, നല്ല ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആണെങ്കിൽ. അപ്പോൾ ഞാൻ തൽക്കാലം അതുവരെ എൻ്റെ വീഡിയോ പോസ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ സിംഫണി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 5 minutes എടുത്തു ഇത് ഇൻസ്റ്റാൾ ആവാൻ. നമുക്ക് നോക്കാം എന്തൊക്കെ ഫയലാവുന്നുള്ളത്. ഈ ഫോൾഡറാണ് ഇൻസ്റ്റാൾ എന്നുള്ളത്. ഇല്ലാണ്ട് അത്ര ഡീഫാൾട്ടായിട്ട് ഗിറ്റ് വന്നിട്ടുണ്ട്, ബിന്ന് വന്നിട്ടുണ്ട്, പിന്നെ PHP കൺസോൾ ഉണ്ട്, PHP യൂണിറ്റേഷനുള്ള, അതുപോലെ കോൺഫിഗർ എന്നുള്ള ഒരു ഫോൾഡർ ഉണ്ട്. അതിലാണ് റൂട്ട് കോൺഫിഗറേഷൻ ഉള്ള ഫയൽസ് എല്ലാം ഉള്ളത്. പിന്നെ മൈഗ്രേഷൻ ഉണ്ട്, അതായത് MySQL ഡാറ്റാബേസ് മൈഗ്രേഷൻ. പബ്ലിക് എന്നുള്ള ഫോൾഡർ ഉണ്ട്. ഇതിൽ ഇൻഡെക്സ് വെച്ചാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പ്രൊജക്റ്റ്. സോഴ്സ് എന്നൊരു ഫോൾഡർ ഉണ്ട്. ഇതിലാണ് കൺട്രോളർ, എൻറ്റിറ്റി, റെസ്പോസിറ്ററി എല്ലാം ഉള്ളത്. പിന്നെ ടെംപ്ലേറ്റ് എന്നുള്ള ഫയൽ ഉണ്ട്. ഇതിലാണ് നമ്മൾ ഫ്രണ്ട് എൻഡ് വരിക, HTML ഫയൽ എന്ന. ടെസ്റ്റ് എന്നൊരു ഫോൾഡർ ഉണ്ട്. ട്രാൻസ്ലേഷൻസ് എന്നൊരു ഫോൾഡർ ഉണ്ട്. മൾട്ടി ലാംഗ്വേജ് വെബ്സൈറ്റ് ആണെങ്കിൽ ഇത് ഉപയോഗിക്കാം.
വേറൊരു ഫോൾഡർ ഉണ്ട്, ക്യാഷ് ലോഗ് എല്ലാം ഇതിലുണ്ടാവുക. പിന്നെ വെണ്ടർ എന്നൊരു ഫോൾഡർ ഉണ്ട്, ഇതിലാണ് എല്ലാ പാക്കേജസും ഉണ്ടാവുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ഒരു ഫയൽ ENV എന്നുള്ളതാണ്, ഇതിലാണ് നമ്മൾ ഡാറ്റാബേസ് കോൺഫിഗറേഷൻ അങ്ങനെ ഒരുപാട് കോൺഫിഗറേഷൻ എല്ലാം കൊടുക്കുക. അപ്പോൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം ബ്രൗസറിൽ എങ്ങനെ വരുന്നു. ലോക്കൽ ഹോസ്റ്റിലാണ് ഇതുള്ളത്. ഇങ്ങനെയാണ് വരിക. അതിൽ നമ്മൾ പബ്ലിക് ഫോൾഡറിലാണ് ഇത് റൺ ചെയ്യുക. അതിൻ്റെ ഫ്രണ്ട് എങ്ങനെയാണ് സിംഫണി ഇൻസ്റ്റാൾ ചെയ്ത ഡീഫോൾട്ട് ആയിട്ടുള്ളൊരു പേജ് വരും. അത് നമുക്ക് ഇതിലൊരു CRUD നമുക്ക് ഉണ്ടാക്കാം. അതായത് എന്തെങ്കിലും വാല്യൂ ഡാറ്റാബേസിൽ ഇൻസേർട്ട്, എഡിറ്റ്, അപ്ഡേറ്റ്, ഡിലീറ്റ്, വ്യൂ എല്ലാം വരുന്നൊരു ചെറിയൊരു പ്രൊജക്റ്റ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് നമ്മൾ ഡാറ്റാബേസ് കണക്ഷൻ കൊടുക്കണം. അതായത് ഇവിടെയാണ് ഡാറ്റാബേസ് കണക്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ. ഡീഫോൾട്ട് ആയിട്ടുള്ള PostgreSQL ആണ്, നമുക്ക് MySQL ആക്കി കൊടുക്കണം. അപ്പോൾ MySQL എനേബിൾ ആക്കിയിട്ട് ഇവിടെ ആവശ്യം കൊടുത്തിട്ടുണ്ട്, അതിനിട്ട് കോപ്പി ചെയ്തിട്ട് ഇട്ടാൽ മതി. PostgreSQL ഡിസേബിൾ ചെയ്യണം. എന്നിട്ട് നമുക്ക് MySQLന്റെ DB യൂസർ നെയിം ഡീഫോൾട്ട് ആയിട്ടുള്ള റൂട്ട് കൊടുക്കുകയാണ്. പിന്നെ പാസ്വേഡ് ഇല്ല, അപ്പോൾ അത് ഡിലീറ്റ് ചെയ്തു. പിന്നെ 127.0.0.1 ഉള്ള IP ആണ്, നമുക്ക് IP വേണം കൊടുക്കുക, അല്ലെങ്കിൽ ലോക്കൽ ഹോസ്റ്റ് കൊടുക്കുക. പിന്നെ പോർട്ട് നമ്പറിൻ്റെ ചിലതിൽ ഇങ്ങനെ വരും, നമ്മൾ വാമ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചിലതിൽ പോർട്ട് നമ്പർ ഉണ്ടാവില്ല. പോർട്ട് നമ്പർ ഇല്ലെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ അടുത്ത പിന്നെ ഡാറ്റാബേസ് നെയിം, അപ്പോൾ അത് കൊടുക്കാൻ നമുക്ക് ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കണം. ഞാൻ PHP MyAdmin ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഞാനൊരു പുതിയ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. സിംഫണി തന്നെ അതിൻ്റെ പേര് കൊടുക്കുന്നു. ഓക്കെ, ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് ബ്ലാങ്ക് ആണ്, ടേബിൾ ഒന്നുമില്ല. നമുക്ക് ഡാറ്റാബേസിൻ്റെ നെയിം അവിടെ കൊടുക്കാം. നമുക്ക് സേവ് ചെയ്തു. ഇനി ഫസ്റ്റ് വേണ്ടത് നമ്മൾ ടേബിൾ ഉണ്ടാക്കണം. സിംഫണിയിൽ നമ്മൾ ഇവിടെ ടേബിൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് വഴി എല്ലാം ഉണ്ടാക്കാം. ആദ്യം നമുക്ക് അത് ഞാൻ അങ്ങനെ കാണിച്ചിട്ട് ആദ്യം നമുക്ക് പ്രൊജക്റ്റിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. CD സിംഫണി. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ PHP കൺസോൾ ഉണ്ട്. അതിലെന്തൊക്കെ ഇവിടെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ബിന്നിൽ, ഇതിലൊക്കെ എന്തൊക്കെ കമാൻഡ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അതിന് PHP ബിൻ ഫോൾഡറിൽ കൺസോൾ ഫയൽ നെയിമാണ്, അത് കൊടുത്ത് നോക്കാം. അവിടെ ഇതിൽ ഇത്രയും കമാൻഡുകളുണ്ട്. നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഡോക്ടറിൻ എന്നൊരു ടെക്നോളജി അല്ലാണ്ട് ഇത് വെച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മൈഗ്രേഷൻ അങ്ങനെ ക്യാഷ്, ഒരുപാട് അസറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷനും ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ കാര്യങ്ങൾ ഉപയോഗിച്ചാണ്. ഇത് മേക്ക് എൻറ്റിറ്റി പറഞ്ഞാൽ നമുക്ക് ടേബിൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മേക്ക് എൻറ്റിറ്റി വെച്ചിട്ട് നമുക്കൊരു ഫസ്റ്റ് ടേബിൾ ഉണ്ടാക്കാം. ഇതിൽ PHP ബിൻ കൺസോളിൽ മേക്ക് എൻറ്റിറ്റി എടുക്കുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഒരു ഓപ്ഷൻ ചോദിക്കും, ക്ലാസ് നെയിം ഓഫ് ദി എൻറ്റിറ്റി ടു ക്രിയേറ്റ് ഓർ അപ്ഡേറ്റ്. അപ്പോൾ എൻറ്റിറ്റീൻ്റെ ക്ലാസ് നെയിം കൊടുക്കുക. അപ്പോൾ ഞാനൊരു എംപ്ലോയി ടേബിൾ ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ എംപ്ലോയി എന്ന് കൊടുക്കാൻ പോവാണ്. ഓക്കെ, എംപ്ലോയി ടേബിൾ ഉണ്ടാക്കി. അതേപോലെ എൻറ്റിറ്റി ഫയൽ ഉണ്ടാക്കി നമ്മൾ പ്രൊജക്റ്റ് കാണിച്ചു തരാം. സിംഫണിയിൽ
സോഴ്സിലുണ്ട് എൻറ്റിറ്റിയുടെ ഉള്ളിൽ ഒരു പുതിയ ഫയൽ ഉണ്ടാക്കി നമ്മളിപ്പോൾ കൊടുത്ത എംപ്ലോയി. ഓപ്പൺ ചെയ്ത് ഇത്രയും കാര്യങ്ങളാണ് ഡീഫോൾട്ടായിട്ട് വരിക. ഇനി അടുത്തത് നമുക്ക് അതിലുള്ള ഫീൽഡ്സ് ചോദിക്കുന്നുണ്ട്. ന്യൂ പ്രോപ്പർട്ടി നെയിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫീൽഡ് ഞാൻ നെയിം എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഫീൽഡ് അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാം. നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ചു കൊടുത്താൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചത്. സ്ട്രിംഗ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ബൂളിയൻ ഉണ്ട്, ഇൻറ്റീജർ ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്. അതിൻ്റെ റിലേഷൻ കൊടുക്കാം, അറേ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സ്ട്രിംഗ് ആണ് കൊടുക്കുന്നത്. നെയിം ആയതുകൊണ്ട് സ്ട്രിംഗ് ഉള്ള ഡാറ്റ ടൈപ്പ് കൊടുക്കാം. ലെങ്ത് എത്ര, ഞാൻ 100 കൊടുക്കുന്നു. 55 ഒക്കെ കൊടുക്കാം. നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ച് 255 വരും. ആൻഡ് ദിസ് ഫീൽഡ് null in the database. Default ആയിട്ട് നോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എൻ്റർ കൊടുത്താൽ മതി. ആഡ് അനദർ പ്രോപ്പർട്ടി. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഏജ് കൊടുക്കണം, എംപ്ലോയി ഏജ്. അത് ഇൻറ്റീജർ കൊടുക്കുകയാണ്. ആൻഡ് ദിസ് ഫീൽഡ് നൾ, അപ്പോൾ നള്ള് പറ്റില്ലെന്ന് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്തു എൻറ്റിറ്റിയിൽ എംപ്ലോയിയിൽ. കണ്ടോ, ഓട്ടോമാറ്റിക്കായി ഇത്ര ഫീൽഡ് നെയിം എല്ലാം വന്നു. നമ്മൾ എൻറ്റിറ്റി നമ്മൾക്ക് മോഡൽ എന്ന് വേണമെങ്കിൽ കളിയോ എൻറ്റിറ്റി എന്ന് പറയാം. സിംഫണിയിൽ എൻറ്റിറ്റി എന്നാണ് പറയുന്നത്. ഇനി വീണ്ടും കൂടുതൽ ഫീൽഡ് വേണം വെക്കണം. വേണ്ടെന്നുള്ളതിന് നമുക്ക് എൻ്റർ അടിച്ചാൽ മതി ജസ്റ്റ്. ഇനി വേണ്ടത് നമ്മൾ മൈഗ്രേഷൻ കൊടുക്കണം. മൈഗ്രേഷൻ കൊടുത്താൽ ഇവിടെ ഉണ്ടല്ലോ ഒരു മൈഗ്രേഷൻ എന്നുള്ള ഇതിലൊരു ഫയൽ ഉണ്ടാവും. നമ്മൾ ടേബിളിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഇത് കോപ്പി ചെയ്താൽ മതി, എന്നിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, മൈഗ്രേഷൻ ഫയൽ ഉണ്ടായി. ഇതാണ് നമ്മൾ ടേബിളിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇൻസേർട്ട് ക്രിയേറ്റ് ന്യൂ ടേബിൾ എന്നല്ല. ഇനി അടുത്തത് PHP bin കൺസോൾ ഡോക്യുമെന്റ് മൈഗ്രേഷൻസ് മൈഗ്രേറ്റ്. അതായത് ഈ ഉള്ള ഈ ഫയല് ഡാറ്റാബേസിലേക്ക് പോഡ് ചെയ്യണം. അതായത് ഡാറ്റാബേസിലേക്ക് ഇത് കൊടുത്താൽ ഇത് റൺ ചെയ്ത് ടേബിൾ ഉണ്ടാവും. അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കുക. അങ്ങനെ ഒരു വാണിംഗ് എല്ലാം വരുന്നുണ്ട്. ജസ്റ്റ് എൻ്റർ കൊടുത്താൽ മതി. യു ആർ അബൌട്ട് എക്സിക്യൂട്ട് മൈഗ്രേഷൻ ടു ഡാറ്റാബേസ് സിംഫണി കുഡ് റിസൾട്ട് സ്കീമ ചേഞ്ചസ് ഡാറ്റ ലോസ് ആർ യു ഷുവർ വാണ്ട് ടു കണ്ടിന്യൂ. ഡാറ്റ ചേഞ്ചസ് ഉണ്ടാവും, കണ്ടിന്യൂ ചെയ്യണം നോക്കിയിട്ടുണ്ട്. അപ്പോൾ എസ് കൊടുക്കാം. ഇനി നമ്മൾ ഡാറ്റാബേസിൽ പോയി നോക്കിയാൽ ടേബിൾ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടേബിളായി. നമ്മൾ നെയിം ഏജ് മാത്രമേ കൊടുത്തുള്ളെങ്കിലും ID ഇതിൽ ഓട്ടോമാറ്റിക്കായി വന്നു. ഇനി വേണ്ടത് നമുക്ക് CRUD ഓപ്പറേഷൻ ചെയ്യാൻ, ഇൻസേർട്ട്, വ്യൂ, എഡിറ്റ്, അപ്ഡേറ്റ്, ഡിലീറ്റ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേജസ് ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്കറിയാം, മറ്റേ നമ്മൾ കൺട്രോളർ ഉണ്ടാക്കേണ്ടി വരും, ഫ്രണ്ട് എൻഡ് HTML ഉണ്ടാക്കേണ്ടി വരും, എല്ലാം ഉണ്ടാക്കേണ്ടി വരും. ഓരോന്നിനും അതിൻ്റെ കോഡ് എഴുതേണ്ടി വരും. പക്ഷേ സിംഫണിയിൽ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഒരു കമാൻഡ് അടിച്ചാൽ എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായി എല്ലാ പേജുകളും ക്രിയേറ്റ് ചെയ്യും. അത് ഞാൻ കാണിച്ചുതരാം. അത് നമ്മൾ PHP bin കൺസോൾ എന്ന് കൊടുക്കുക. അതിലൊരു കമാൻഡ് ഉണ്ട്, മേക്ക് CRUD എന്ന് കൊടുത്താൽ മതി. ക്ലാസ് നെയിം ഓഫ് ദി എൻറ്റിറ്റി ക്രിയേറ്റഡ്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയ ക്ലാസ് നെയിം എംപ്ലോയി ആണ്. അതായത് നമ്മൾ എൻറ്റിറ്റി മുന്നേ ഉണ്ടാക്കിയത്, ടേബിൾ ഉണ്ടാക്കിയത്, അതൊക്കെയാണ് നമ്മൾ ഇൻസേർട്ടും ഡിലീറ്റ് എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് നെയിം ക്ലാസ് ആയതുകൊണ്ട് ക്യാപിറ്റലാണ്. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയി എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയും ഫയലുകൾ ഡിലീറ്റ് ചെയ്തു. നമുക്ക് സോഴ്സിൽ കൺട്രോൾ, എംപ്ലോയി, കൺട്രോളർ, ടൈപ്പ്, ഇതെല്ലാം ഫ്രണ്ട് എൻഡിൽ HTML.tig ഫയലാണ് വരിക. സിംഫണിയിൽ ടിഗ് ഫയലാണ് ഫ്രണ്ട് എൻഡിൽ വരിക. ടെംപ്ലേറ്റിൽ എംപ്ലോയി എന്നുള്ള ഫോൾഡർ ഓട്ടോമാറ്റിക്കായി ഉണ്ടാക്കി. എഡിറ്റിന്, വ്യൂവിന്, ഷോക്ക് എല്ലാം ഫോൾഡറുകൾ ഉണ്ടാക്കി.
ഇനി നമ്മൾ ചെക്ക് യുവർ ക്രെഡ് ബൈക്ക്. ഇനി നമുക്ക് പ്രൊജക്റ്റ് റൺ ചെയ്യാൻ /forward/employee എന്ന് കൊടുത്താൽ മതി നമ്മളെ പ്രൊജക്റ്റിൽ. പക്ഷെ ഫസ്റ്റ് ഒരു കാര്യമുണ്ട്, ഇങ്ങനെ കൊടുത്താൽ വർക്കാവില്ല. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം, index.php വെച്ച് കൊടുക്കണം. index.php /employee എന്ന് കൊടുക്കണം. നമ്മൾ കൊടുത്ത CRUD വന്നു, ID നെയിം ഇവിടെ എല്ലാം ഡിസ്പ്ലേ ചെയ്യും. ഇപ്പോൾ ഒന്നുമില്ല, നോ റെക്കോർഡ് ഫൗണ്ട് എന്നാണ്. ഇത് ക്രിയേറ്റ് ആണെങ്കിൽ ന്യൂ ക്രിയേറ്റ് കൊടുത്താൽ മതി. എന്നിട്ട് പേര് കൊടുത്ത് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് index.php ആവശ്യമില്ല. നമുക്കിത് രണ്ട് വിധത്തിൽ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ .htc ഫയൽ എഡിറ്റ് ചെയ്താലും മതി. htc അത് നമുക്ക് പാക്കേജ് വെച്ച് ചെയ്യാൻ ഈ കമാൻഡാണ് കൊടുക്കേണ്ടത്. ജസ്റ്റ് ഈ കമാൻഡ് കമ്പോസർ റിക്വയർ സിംഫണി അപ്പാച്ചെ പാക്ക് എന്ന് കൊടുത്താൽ നമുക്ക് ആ index.php ഇല്ലാതെ റൺ ചെയ്യാൻ പറ്റും. അതായത് വേറെ ഏതോ ഒരു തേർഡ് പാർട്ടി പാക്കേജ് ആയതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് കൊടുക്കണം, ഇൻസ്റ്റാൾ ചെയ്യുന്ന നോക്കുന്നുണ്ട്. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മള് index.php പോയി. ഇനി അത് index.php ഇല്ലാതെ റൺ ചെയ്യും. നമുക്ക് വാല്യൂസ് എൻ്റർ ചെയ്യാം. നെയിം വേണം കൊടുക്കാം. ഏജ് നമ്മൾ കണ്ടോ ഇൻറ്റീജർ കൊടുത്തോണ്ട് ഇവിടെ ഇൻറ്റീജർ മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. വാലിഡേഷൻ എല്ലാം ഡിഫോൾട്ടായി വന്നു. അത് സേവ് കൊടുക്കാം. അവിടെ റെക്കോർഡ് ഇവിടെ വന്നു. ഇനി അടുത്ത നമുക്ക് വാല്യൂ കൊടുക്കാം. ഉണ്ടോ അതുപോലെ ഇത് ഷോ ഉണ്ട്, എഡിറ്റ് ഉണ്ട്, അപ്ഡേറ്റ് കൊടുക്കാം. നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കാം. ആർ യു ഷുവർ വാണ്ട് ടു ഡിലീറ്റ് ദിസ്? ഓക്കെ, ഡിലീറ്റ് ആയി. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൈല് മാത്രം മാറ്റിയാൽ മതി. സ്റ്റൈലിൽ വേണമെങ്കിൽ ബൂസ്റ്റ് ആപ്പ് വെക്കാം. എന്നിട്ട് ക്ലാസ് എല്ലാം കൊടുത്താൽ നല്ല അടിപൊളി ഒരു വെബ് ആപ്ലിക്കേഷനായി നമുക്കത് കിട്ടും. അത്ര വളരെ സിമ്പിളാണ് ഇത് സിംഫണി. നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പ്രൊജക്റ്റ് എല്ലാം ചെയ്യാൻ പറ്റും. വളരെ സെക്യൂർ ആണ്, അതേപോലെ റിലയബിൾ ആണ്. നമുക്ക് മോഡിഫിക്കേഷൻ എല്ലാം വരുത്താൻ ഭയങ്കര സുഖമാണ്. ആ കൂട്ടുകാരെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ, ഞാൻ മറുപടി തരാം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.